കുടുംബയോഗങ്ങളുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്ന് UDF. ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ ബൂത്ത് തലത്തിൽ കുടുംബയോഗങ്ങൾ തുടങ്ങും. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ KCB ഓഫീസിലേക്ക് UDF മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഷബീർ ഒമർ വിവരങ്ങളുമായി ചേരുന്നു. ഷബീർ, ഈ KCB ഓഫീസിലേക്കുള്ള മാർച്ച് എപ്പോഴാണ്? അല്പസമയത്തിനകം തന്നെ KCB ഓഫീസിലേക്കുള്ള UDFന്റെ മാർച്ച് ആരംഭിക്കും. ഈ സംഭവം, ഈ ദാരുണമായ അപകട മരണം, അനന്തുവിന്റെ മരണം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന CPM ആക്ഷേപങ്ങൾക്കിടെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് UDF പ്രതിഷേധം തുടരുന്നത്. നമുക്കറിയാം, ഈ മരണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ UDF വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നത്. അപകട മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ശ്രമിച്ചു എന്ന ആരോപണവുമായി CPM രംഗത്തെത്തിയത്. രാഷ്ട്രീയം പറയാനില്ലാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കി, പ്രചാരണ ആയുധമാക്കിയത് മാറ്റുന്നതെന്നും CPM ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ആക്ഷേപങ്ങളൊന്നും ചെവി കൊടുക്കുന്നില്ല UDF. അല്പസമയത്തിനകം തന്നെ KCB ഓഫീസിലേക്ക് UDF മാർച്ച് സംഘടിപ്പിക്കും. അതിൽ UDF നേതൃത്വം പറയുന്നത്, ഈ സംഭവത്തിൽ ഈ ഇലക്ട്രിക് ലൈനിൽ നിന്ന് നേരിട്ട് വൈദ്യുതി എടുത്ത്, അത് തോട്ടി ഉപയോഗിച്ച് വൈദ്യുതി എടുത്ത് പന്നിക്കണി ഒരുക്കി പന്നിയെ പിടികൂടി ഇറച്ചിയായി വിൽക്കുന്ന സംഘത്തിൻ്റെ ഈ പരിപാടി കൊണ്ടാണ്, ആ നടപടി കൊണ്ടാണ് ഈ വിദ്യാർത്ഥി മരിക്കാനിടയാക്കിയത്. അപ്പോൾ ഈ KCBക്ക് ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു, സർക്കാരിൻ്റെയും കൃത്യവിലോപം ഈ സംഭവത്തിൽ ഉണ്ടായി എന്നുമാണ് UDF ആരോപിക്കുന്നത്. ഇതുന്നയിച്ചാണ് KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ഇത് സംബന്ധിച്ച് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കെണിയൊരുക്കുന്നുണ്ട്, വൈദ്യുതി മോഷ്ടിച്ച് കെണിയൊരുക്കുന്നുണ്ടെന്ന പരാതികൾ ചെന്നിട്ടും KCB വേണ്ടത്ര ഗൗനിച്ചില്ല, നടപടിയെടുത്തില്ല എന്നുമാണ് UDF നേതൃത്വം ആരോപിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. നമുക്കറിയാം, വഴിക്കടവ് പഞ്ചായത്തിൻ്റെ വീഴ്ചയാണ് ഈ സംഭവത്തിൽ ഉണ്ടായത് എന്ന് ആരോപിച്ച് LDF അല്പസമയത്തിനകം വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയായിരിക്കും ഇതേ വിഷയത്തിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ KCBയുടെ വീഴ്ച ആരോപിച്ച് UDF പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മണ്ഡല പര്യടനത്തിൽ സജീവമാണ്. UDFന്റെ പ്രചാരണവും സജീവമാണ്. പ്രത്യേകിച്ച് പ്രചാരണത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് UDF. ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണം തുടങ്ങാനായി ആ മേൽക്കൈ നിലനിർത്താനുള്ള ശ്രമം കൂടി UDF ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ കുടുംബയോഗങ്ങൾ ആരംഭിക്കുകയാണ്. കുടുംബയോഗങ്ങൾ എന്ന് പറയുമ്പോൾ ബൂത്ത് തലത്തിൽ തന്നെ കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ച് പരമാവധി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമം UDF ക്യാമ്പ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുടുംബയോഗങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നു, സംസാരിക്കുന്നു എന്നുള്ളതുകൂടി പ്രധാനമാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, K മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളും ഈ കുടുംബയോഗങ്ങളിൽ സംസാരിക്കും, വോട്ടർമാരോട് സംസാരിക്കും. ആ നിലയ്ക്ക് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നിപ്പോൾ മണ്ഡലത്തിലുണ്ട്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. രാവിലെ അദ്ദേഹം VV പ്രകാശിൻ്റെ വീട് സന്ദർശിച്ചു. ഒപ്പം തന്നെ ഈ അപകടത്തിൽ മരിച്ച അനന്തുവിൻ്റെ വീട്ടിലും അദ്ദേഹം എത്തുന്നുണ്ട്. ആ നിലയ്ക്ക് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. കവളപ്പാറ ദുരന്തബാധിതരെ VD സതീശൻ സന്ദർശിച്ചു. ഇതോടൊപ്പം തന്നെയാണ് ആശാ സമരവുമായി ബന്ധപ്പെട്ട് ആശാമാർ ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിലെത്തി UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന്റെ ഭാഗമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 100-ലധികം ദിവസമായി 120 ദിവസമായി സമരം നടത്തുന്നതാണ് ആശാമാർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സജീവമായി നിലനിൽക്കുന്ന ഒരു ചർച്ചയാണ്, ഒരു വിഷയമാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF ഇതുകൂടി ഉന്നയിക്കുന്നു. ആ നിലയ്ക്ക് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രചാരണം സജീവമാക്കാനാണ് UDF ക്യാമ്പ് ആലോചിക്കുന്നത്. ഒപ്പം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി MP ഈ മാസം 13-ന് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി മണ്ഡലത്തിലെത്തുന്നുണ്ട്. അതോടുകൂടി ആവേശം കൊടുമുടിയിലെത്തും, ഈ പ്രചാരണത്തിന്റെ ആവേശം കൊടുമുടിയിലെത്തുമെന്നാണ് UDF ക്യാമ്പ് കണക്കുകൂട്ടുന്നത്. 13-ന് മണ്ഡലത്തിലെത്തുന്ന പ്രിയങ്ക ഗാന്ധി 2 റോഡ് ഷോകളിൽ പങ്കെടുക്കും. ഒന്ന് മൂത്തേടത്താണ്, മറ്റൊന്ന് നിലമ്പൂർ ടൗണിലാണ്, നിലമ്പൂർ നഗരത്തിലാണ് 2 റോഡ് ഷോകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ റോഡ് ഷോയോടുകൂടി UDFന്റെ പ്രചാരണ ആവേശം വാനോളം ഉയരും എന്നാണ് UDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. ഒപ്പം തന്നെയാണ് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി, കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കളാണ് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും മറ്റും നേതൃത്വം നൽകുന്നത്. അജിൻസ്.